Hello students, welcome to GST Part 20. Persons not liable for GST registration. ആരൊക്കെയാണ് ജി എസ് ടിയിൽ രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ലയബിൾ അല്ലാത്തത് എന്ന് നോക്കാം. CGST ആക്ട് സെക്ഷൻ 23 പേഴ്സൺസ് നോട്ട് ലയബിൾ ഫോർ രജിസ്ട്രേഷനെ കുറിച്ച് പറയുന്നത്. പേഴ്സൺസ് എൻഗേജ്ഡ് ഇൻ സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഓർ ബോത്ത് which are not liable to tax or only exempt from tax. GSTയിൽ ടാക്സബിൾ അല്ലാത്ത ഗുഡ്സോ സർവീസോ എക്സംപ്റ്റഡ് ഗുഡ്സോ സർവീസോ സപ്ലൈ ചെയ്യുന്ന ആളുകൾ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. An agriculturalist exemption to the extent of supply of produce out of cultivation of land. അഗ്രികൾച്ചറലിസ്റ്റ് അയാൾ ലാൻഡിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ സെയിൽ നടത്തുന്നുണ്ടായിരിക്കും. എന്നാൽ അങ്ങനെ തൻ്റെ കാർഷിക ഉൽപ്പന്നങ്ങൾ സെയിൽ നടത്തുന്ന അഗ്രികൾച്ചറലിസ്റ്റ് GSTയിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. The government may, on the recommendation of GST Council, by notification, specify the category of person who may be exempted from obtaining registration under this act. A job worker whose turnover is less than 20 lakhs, in case of special category state rupees 10 lakhs, is exempt from GST registration even if he make interstate supplies to the registered person. This exemption is not available to jewelry, goldsmith and silversmith. GST കൗൺസിലിൻ്റെ റെക്കമെൻഡേഷൻ അനുസരിച്ച് സെൻട്രൽ ഗവൺമെൻറ്റിന് നോട്ടിഫിക്കേഷൻ വഴിയായിട്ട് ചില കാറ്റഗറിയിൽപ്പെട്ട പേഴ്സൺസിനെ GST രജിസ്ട്രേഷൻ എടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ചില കാറ്റഗറി ഓഫ് പേഴ്സൺസിനെ നോട്ടിഫിക്കേഷൻ വഴി GST രജിസ്ട്രേഷൻ എടുക്കുന്നതിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. പേഴ്സൺ എൻഗേജ്ഡ് ഇൻ മേക്കിംഗ് interstate supply of taxable services having aggregate turnover less than rupees 20 lakhs, in case of special category state rupees 10 lakhs in a financial year. Interstate taxable സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ആളുകൾ ടേൺ ഓവർ ലെസ് ദാൻ 20 lakhs ആണെങ്കിൽ അവരെ GST രജിസ്ട്രേഷൻ എടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽ പെട്ട ആളാണെങ്കിൽ ടേൺ ഓവർ ലെസ് ദാൻ 10 lakhs ആണെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഇന്റർസ്റ്റേറ്റ് സപ്ലൈ ഓഫ് ടാക്സബിൾ സർവീസിൻ്റെ കേസിലാണെങ്കിൽ നോർമൽ കാറ്റഗറി സ്റ്റേറ്റിലുള്ള പേഴ്സൺ 20 lakhs താഴെയാണ് ടേൺ ഓവർ എങ്കിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽപ്പെട്ട ആളാണെങ്കിൽ ടേൺ ഓവർ 10 lakhs താഴെയാണെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ജോബ് വർക്കർ അയാളുടെ ടേൺ ഓവർ 20 lakhs താഴെയാണെങ്കിൽ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിലുള്ള ജോബ് വർക്കർ ആണെങ്കിൽ അയാളുടെ ടേൺ ഓവർ 10 lakhs താഴെയാണെങ്കിൽ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ നടത്തുന്ന ആളാണെങ്കിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ നടത്തുന്നു,
റിസീവ് ചെയ്യുന്നത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ, ഗുഡ്സ് റിസീവ് ചെയ്യുന്നത് ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ജോബ് വർക്കർ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. ഒരു ജോബ് വർക്കറുടെ ടേൺ ഓവർ 20 lakhs താഴെയാണെങ്കിൽ, സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിലുള്ള ജോബ് വർക്കർ ആണെങ്കിൽ ₹10 lakhs താഴെയാണെങ്കിൽ അയാൾ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ നടത്തുകയാണെങ്കിൽ പോലും GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ജുവലറി, ഗോൾഡ് സ്മിത്ത്, സിൽവർ സ്മിത്ത് ഇവരുടെ കാര്യത്തിൽ ഈ എക്സംഷൻ ബാധകമല്ല. Person engaged in supply of services, excluding certain services provided through e-commerce operator, having aggregate turnover less than ₹20 lakhs. In case of special category state, ₹10 lakhs in a financial year. ഒരു സർവീസ് പ്രൊവൈഡർ നോർമൽ കാറ്റഗറി സ്റ്റേറ്റിൽപ്പെട്ട ആളാണെങ്കിൽ അയാളുടെ ആഗ്രിഗേറ്റ് ടേൺ ഓവർ 20 lakhs താഴെയാണെങ്കിൽ, അതുപോലെ സർവീസ് പ്രൊവൈഡർ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽപ്പെട്ട ആളാണെങ്കിൽ അയാളുടെ ആഗ്രിഗേറ്റ് ടേൺ ഓവർ 10 lakhs താഴെയാണെങ്കിൽ GSTയിൽ രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഒരു ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ വഴി സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് പ്രൊവൈഡേഴ്സ് രജിസ്ട്രേഷൻ എടുക്കണം. സർവീസ് പ്രൊവൈഡർ നോർമൽ കാറ്റഗറി സ്റ്റേറ്റിൽപ്പെട്ട ആളാണെങ്കിൽ 20 lakhs താഴെ ടേൺ ഓവർ ഉണ്ടായിരിക്കുക. സ്പെഷ്യൽ കാറ്റഗറി സ്റ്റേറ്റിൽപ്പെട്ട ആളാണെങ്കിൽ 10 lakhs താഴെ ടേൺ ഓവർ ഉള്ള ആളായിരിക്കണം. എന്നാൽ ഇ-കൊമേഴ്സ് ഓപ്പറേറ്റർ വഴി ആയിരിക്കരുത് അയാൾ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് എങ്കിൽ അങ്ങനെയുള്ള സർവീസ് പ്രൊവൈഡേഴ്സിനെ GST രജിസ്ട്രേഷൻ എടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. Persons supplying taxable goods or services or both, and total tax on such supplies is required to be paid by recipient of goods or services or both under reverse charge mechanism. ഒരു ടാക്സബിൾ പേഴ്സൺ ടാക്സബിൾ ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് സപ്ലൈ ചെയ്യുകയാണ്. എന്നാൽ അയാൾ സപ്ലൈ ചെയ്യുന്ന എല്ലാ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ടാക്സ് അടയ്ക്കുന്നത് റിവേഴ്സ് ചാർജ് മെക്കാനിസം അനുസരിച്ച് റെസിപ്പിയൻ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള സപ്ലയേഴ്സിനെ GST രജിസ്ട്രേഷൻ എടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. സപ്ലയർ സപ്ലൈ ചെയ്യുന്ന എല്ലാ ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും ടാക്സ് അടയ്ക്കുന്നത് റെസിപ്പിയൻ്റ് റിവേഴ്സ് ചാർജ് മെക്കാനിസം അനുസരിച്ചാണെങ്കിൽ അങ്ങനെയുള്ള സപ്ലയർ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. Person engaged in the supply of handicraft goods making interstate supply are exempt from GST registration. They are also not required to obtain casual registration if they supply goods outside the state where they are having their fixed establishment. ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സിനെ അത് ഇൻ്റർ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ പോലും GST രജിസ്ട്രേഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈയുടെ കേസിൽ ഹാൻഡിക്രാഫ്റ്റ് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്ന സപ്ലയേഴ്സ് GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. എന്നാൽ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ
ഔട്ട്സൈഡ് സ്റ്റേറ്റിലേക്കാണ് ഗുഡ്സ് സപ്ലൈ ചെയ്യുന്നത്. ഔട്ട്സൈഡ് സ്റ്റേറ്റിൽ ഈ സപ്ലയർക്ക് ഒരു ഫിക്സഡ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ഉണ്ട് എങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. വോളണ്ടറി രജിസ്ട്രേഷൻ അണ്ടർ subsection 3 of section 25. A person who is not liable to be registered under GST may get himself registered voluntarily, and all provisions of the Act as are applicable to a registered person shall be applicable to such a person. A person who is registered voluntarily under GST will be treated as a normal taxable person. ഒരു പേഴ്സൺ അയാൾ GST രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ലയബിൾ അല്ലെങ്കിൽ പോലും അയാൾക്ക് വോളണ്ടറിലി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് സാധിക്കും. GST രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ലയബിലിറ്റി ഇല്ല, എന്നാൽ സ്വമേധയാ രജിസ്ട്രേഷൻ എടുക്കാനുള്ള അവസരം GST ആക്ട് നൽകുന്നുണ്ട്. അങ്ങനെ വോളണ്ടറി ആയിട്ട് രജിസ്ട്രേഷൻ എടുക്കുന്ന പേഴ്സണ് ലീഗലി ലയബിൾ ആയതുകൊണ്ട് രജിസ്ട്രേഷൻ എടുത്ത ടാക്സ് പേയർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള എല്ലാ റൂൾസും പ്രൊവിഷൻസും ആപ്ലിക്കബിൾ ആയിരിക്കും. GST വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്ത പേഴ്സണെ ഒരു നോർമൽ ടാക്സബിൾ പേഴ്സൺ ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. ബെനിഫിറ്റ്സ് ഓഫ് വോളണ്ടറി രജിസ്ട്രേഷൻ. ലീഗലി നോൺ ആസ് സപ്ലയർ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. ഒരു സപ്ലയർ GST രജിസ്ട്രേഷൻ എടുക്കാനായിട്ട് ലയബിൾ അല്ലായിരുന്നു, എന്നാൽ വോളണ്ടറി രജിസ്ട്രേഷൻ എടുത്തു. അങ്ങനെ GST രജിസ്ട്രേഷൻ എടുത്തത് വഴിയായിട്ട് അദ്ദേഹം ലീഗലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു സപ്ലയർ ആയിട്ട് മാറുകയാണ്. മേക്ക് അവൈലബിൾ ഓഫ് ITC ടു ദെയർ കസ്റ്റമേഴ്സ്, ഇറ്റ് ഇൻക്രീസസ് സെയിൽസ്. GST രജിസ്ട്രേഷൻ ഉള്ള ഒരാളിൽ നിന്ന് ഗുഡ്സ് അല്ലെങ്കിൽ സർവീസ് പർച്ചേസ് ചെയ്തെങ്കിൽ മാത്രമേ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് സാധിക്കൂ. GST രജിസ്ട്രേഷൻ ഒരു സപ്ലയർ എടുക്കുന്നത് വഴി അദ്ദേഹത്തിന് കസ്റ്റമേഴ്സ് കൂടുകയും അതുപോലെ തന്നെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. GST രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരാളിൽ നിന്ന് ഗുഡ്സോ സർവീസോ പർച്ചേസ് ചെയ്താൽ പർച്ചേസർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ GST രജിസ്ട്രേഷൻ ഇല്ലാത്ത സപ്ലയേഴ്സിന് സെയിൽസ് കുറയാനുള്ള സാധ്യതയുണ്ട്. They can take ITC on their purchases. It reduces cost. GST രജിസ്ട്രേഷൻ ഉള്ള ആളുകൾക്ക് മാത്രമേ പർച്ചേസ് ചെയ്ത സമയത്ത് കൊടുത്ത ഇൻപുട്ട് ടാക്സിന് ക്രെഡിറ്റ് എടുക്കാനായിട്ട് സാധിക്കും. GST രജിസ്ട്രേഷൻ ഇല്ലാത്ത ആളുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് സാധിക്കില്ല. GST രജിസ്ട്രേഷൻ എടുക്കുന്നത് വഴി ഒരു സപ്ലയർക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാനായിട്ട് സാധിക്കുകയും അതുവഴി അയാളുടെ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. ക്രെഡിറ്റ് എടുക്കാൻ പറ്റാത്ത ടാക്സ് കോസ്റ്റിൻ്റെ കൂടെ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. They can make interstate supply without many restrictions, and they can easily widen their area of operations.
ഒരു സപ്ലയർക്ക് GST രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നടത്താനായിട്ട് സാധിക്കും. എന്നാൽ GST രജിസ്ട്രേഷൻ ഇല്ലാത്ത ഒരു സപ്ലയറെ സംബന്ധിച്ച് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നടത്തേണ്ട ഒരു ആവശ്യം വന്നാൽ അവിടെ ഒത്തിരി റെസ്ട്രിക്ഷൻസ് ആപ്ലിക്കബിൾ ആകുന്നുണ്ട്. GSTയിൽ വോളണ്ടറി രജിസ്ട്രേഷൻ എടുക്കുക വഴി ഒരു സപ്ലയർക്ക് സിമ്പിളായിട്ട് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ നടത്തുന്നതിനും ഈസി ആയിട്ട് ഏരിയ ഓഫ് ഓപ്പറേഷൻസ് വിപുലപ്പെടുത്തുന്നതിനും സാധിക്കും. Availing loan from banks, renting premises and other such business areas will become easier for business which are registered under GST due to a good compliance rating. The compliance rating will attract more consumers. ബാങ്കിൽ നിന്നും മറ്റ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നും ലോണ് കിട്ടുന്നതിനും അതുപോലെ തന്നെ പ്രിമീസസ് റെന്റിനെടുക്കുന്നതിനും മറ്റുമൊക്കെ GST രജിസ്ട്രേഷൻ ഉള്ളത് കൂടുതൽ ഹെൽപ്ഫുൾ ആകും. GST രജിസ്ട്രേഷൻ ഉള്ള ഒരു സപ്ലയർക്ക് ലോൺ കൊടുക്കാനായിരിക്കും ബാങ്കിന് കൂടുതൽ താല്പര്യം. കാരണം GST രജിസ്ട്രേഷൻ ഉള്ള ഒരു സപ്ലയർ ലീഗലി റെക്കഗ്നൈസ്ഡ് സപ്ലയർ ആണ്. GST രജിസ്ട്രേഷൻ പലപ്പോഴും കൺസ്യൂമേഴ്സിനെയും അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. GST രജിസ്ട്രേഷനൊക്കെ ഉള്ള ലീഗലി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള സപ്ലയറിൽ നിന്ന് ഗുഡ്സും സർവീസും ഒക്കെ പർച്ചേസ് ചെയ്യാനായിട്ടാണ് കൺസ്യൂമേഴ്സും ആഗ്രഹിക്കുന്നത്. Thank you for watching this video.